കഴിഞ്ഞ ദിവസം നാഗകന്യക ചാനലിൽ ലൈവ് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എട്ടിൻ്റെ ഒരു പണി കിട്ടി. അതെന്താണെന്ന് അറിയണ്ടേ? ലൈവിനിടയ്ക്ക് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു മാവ് കൊണ്ടുപോയി നട്ട ഒരു കാമുകൻ എനിക്കുണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അയാൾ എന്നെ കാണുന്നത് നാഗകന്യക ചാനലിലെ ലൈവിനിടയിലാണ്. അപ്പോൾ നടന്ന രസകരമായ കുറേ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി അങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചു. പിന്നെ കഥ ചാനലാണ്, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ പറയുന്നതിലൊക്കെ കുറച്ചൊക്കെ ഭാവനയുണ്ട്, കയ്യിൽ നിൽക്കണം, കഥയല്ലേ, അതൊക്കെ അങ്ങനെ തന്നെ എടുത്തേക്കണം. ഇല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം അവൾ ഇപ്പോൾ അവളുടെ കാമുവിനെ തേച്ചിട്ട് പോയതോ, അല്ലെങ്കിൽ ഇതുവരെ അവളുടെ കാമുവിനെ മറക്കാറായില്ലേ എന്നൊന്നും ചിന്തിക്കരുത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ നാട്ടുകാരുടെ പൊതുസഭ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെക്കുറിച്ചുള്ള കഥകൾ പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര 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 അങ്ങ് സന്തോഷം. കാരണം എന്നെക്കുറിച്ചുള്ള കഥയാണല്ലോ, നിങ്ങളെക്കുറിച്ചുള്ളതല്ലോ. പക്ഷേ പലർക്കും അവരെക്കുറിച്ചോ അവരറിയുന്നവരോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഒരു കഥ വരുമ്പോൾ ഭയങ്കര ഫീലാണ്. ആ പ്രവണത ശരിയല്ല. ഒരു പാല വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. എൻ്റെ കഥകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ട് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള കഥകൾ പറയുമ്പോഴും കേൾക്കുമ്പോഴും മറ്റൊരാൾക്ക് സന്തോഷമുണ്ട്. അതങ്ങനെയൊക്കെ എടുക്കാവുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഞാൻ എൻ്റെ പൂർവ്വകാമുകനുമായിട്ടുള്ള ബന്ധം പറയുവാനായിട്ട് പോവുകയാണ്. അപ്പം അയാളുടെ പേര് വേണമെങ്കിൽ നമുക്ക് നരേൻ എന്ന് നൽകാം. അപ്പോൾ ഈ നരേൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ പ്രേമിച്ചു. അവളെ അവസാനം വീട്ടുകാർ ബലമായിട്ട് പിടിച്ച് കെട്ടിച്ച് വേറൊരുത്തിന് കൊടുത്തു വിട്ടു. അങ്ങനെ നിരാശ കാമുകനായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ പഠിച്ചു, മിടുക്കനായതുകൊണ്ട് ജോലിയൊക്കെ കിട്ടി, ബാങ്കിലെ മാനേജറാണ്. വേറെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ സ്വന്തമായിട്ടുണ്ട്. ആൾ എറണാകുളം സ്വദേശിയാട്ടോ. അങ്ങനെ നമ്മുടെ നരേൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ സുമുഖിയും സുന്ദരിയുമായ ഒരു അധ്യാപിക അയാളുടെ ജീവിതത്തിലേക്ക് ചെന്ന് കയറി. ഇയാൾക്ക് പ്രേമം ഒരു ഹോബി ആയതുകൊണ്ടല്ല, ആൾ സത്യത്തിൽ ഒത്തിരി നിഷ്കളങ്കനും നല്ല ഒരു പുരുഷനാണ്. ഞാൻ ഇന്ന് വരെ ജീവിതത്തിലെ കണ്ടതിൽ ഏറ്റവും ശുദ്ധനായ പുരുഷൻ, യാതൊരു വൃത്തികെട്ട ശീലമില്ലാത്ത ഏറ്റവും മാന്യനായ ഒരു പുരുഷനെന്ന് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. അതിലൊരാളാണ് നമ്മുടെ ഈ നരേൻ. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരതൊന്നുമല്ല കേട്ടോ. ഇനി എൻ്റെ കൊച്ചിന് ഫീലൊക്കെ വരും പേരൊക്കെ പറഞ്ഞു. അപ്പോളെ എന്നോട് പറഞ്ഞതല്ലേ അതിനകത്ത് പേര് പറയല്ലേ, എന്നെക്കുറിച്ച് കഥ പറയില്ലേ എന്ന്. എന്നാലും എനിക്കൊരു രോമാഞ്ചിഫിക്കേഷൻ ഞാൻ കഥ പറഞ്ഞതാണ്. അങ്ങനെ ടീച്ചറിനെ കയറി പ്രേമിച്ചു. ടീച്ചർ ഇയാളെ അല്ലാണ്ട് കിട്ടിയാലെന്ന് പറഞ്ഞു. അവരിങ്ങനെ പ്രണയിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇയാൾ ക്രിസ്ത്യാനിയും പ്രേമിച്ച ടീച്ചർ ഹിന്ദുവാണ്. അപ്പം ടീച്ചറിൻ്റെ അപ്പൻ ജന്മ തടുക്കത്തില്ല, അവർക്ക് ഒറ്റ മോളേ ഉള്ളൂ. ക്രിസ്ത്യാനി കൊണ്ട് കെട്ടിക്കോ ഇല്ല. അങ്ങനെ ടീച്ചറുമായിട്ടുള്ള ബന്ധം തകർന്ന് ധരിപ്പണമായിട്ട് നിൽക്കുമ്പോഴാണ് അടുത്ത അധ്യാപികയായ എൻ്റെ ഫോട്ടോ അയാളുടെ കണ്ണിൽ തടയുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഓക്കെ, എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ എപ്പോഴും ഇങ്ങനെ തേപ്പ് കിട്ടാനും തേപ്പ് കൊടുക്കാനും തയ്യാറായിട്ട് നടക്കുന്ന ഒരാളാണല്ലോ. ഞാൻ പറഞ്ഞു, സംസാരിച്ചു നോക്കി, എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. കാരണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല ഒരാളാണ്. ഞാനാണെങ്കിൽ അന്ന് അസാപ്പിൻ്റെ ട്രെയിനറായിട്ട് കട്ടപ്പനയിൽ പഠിപ്പിക്കുന്ന സമയം. അപ്പോൾ വെക്കേഷൻ സമയമാണ്. കട്ടപ്പനയ്ക്കൊക്കെ ഒത്തിരി അകലമുണ്ട് ഞങ്ങളുടെ അവിടെ നിന്ന്. പോകുമ്പോൾ പലപ്പോഴൊക്കെ ഒരു കൂട്ട് വന്ന ഒരു സന്തോഷമാണ്, നല്ല മുടിഞ്ഞ് മഴക്കാലമാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എന്നെ നെടുങ്കണ്ടം വരെയോ അവിടെ ഏതാണ്ട് ഒരു സ്ഥലമൊക്കെ മറന്നുപോയി, അവിടെ വരെ ബസ് ഉണ്ട്, ഒറ്റ ബസ് തൊടുപുഴ എന്നുള്ളത്. പിന്നത്തെ ബസ് വേറെ ആയിരിക്കും. അപ്പോൾ ഒരു തവണ എന്നെ അവിടം വരെ വർത്താനൊക്കെ പറഞ്ഞ് പോകാം, കൂടുതൽ പരിചയപ്പെടാം എന്നൊക്കെ വിചാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബസ്സിലൊക്കെ ഇരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യാം. അങ്ങനെ പോയി ഒരിടം എത്തിയപ്പോഴേ ബസ്സിൽ നിന്ന് മരം വീണിട്ട് ബസ് മുന്നോട്ട് പോകത്തില്ല. എനിക്കാണെങ്കിൽ ടെൻഷനാണ്, എങ്ങനെയാലും അവിടെ എത്തണം, സമയത്ത് എത്തണം, പ്രശ്നമാവും, ഇതെപ്പോൾ പോകും, അങ്ങനെ ഇല്ലെങ്കിൽ ചെല്ലുമ്പോൾ രാത്രിയാവും. ഞാനിങ്ങനെ ടെൻഷൻ അടിക്കുമോ. അപ്പോൾ ഇയാൾ ഇരുന്നിട്ട് പറയുക, എൻ്റെ ദൈവമേ ഇത് മാറ്റല്ലേ. എനിക്കാണെങ്കിൽ നല്ല കലി വരുന്നു, എൻ്റെ ദൈവം ഇപ്പോഴൊന്നും ബസ് പോകല്ലേ എന്ന് പുള്ളി പറയണേ. എനിക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് വയ്യ. അങ്ങനെ പുള്ളിക്ക് എൻ്റെ അടുത്തിരിക്കാനുള്ള കൊതിയാണ്. അപ്പോൾ ഇയാൾക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇയാളോട് പ്രേമമൊന്നും ഇല്ല. അതാണ് ആദ്യമേ മനസ്സിലാക്കേണ്ടത്. കാരണം ഇയാളെ ഭയങ്കര ശുദ്ധന, ഒത്തിരി പാവം. അപ്പം എൻ്റെ ഒരു ധാരണ, ഞാൻ അത്യാവശ്യം റഫാണ്. ഈ പാവത്താനെ കൊണ്ട് എന്തിനു ചെയ്യുന്നതും ഇത് അടുത്ത കുരിശ് തലയിലാവുമോ? ഇങ്ങനെ പാവങ്ങളാണെങ്കിലെ കണ്ടിട്ടില്ലടോ.
അപ്പോൾ ഞാനും ഭയങ്കര ടെൻഷനില്ല, ഇതിനെ വേണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനില്ല. അതുകൊണ്ട് പുള്ളിക്ക് എന്നോട് പ്രേമമാണ്, കെട്ടിക്കോളാന്ന് പറയുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സങ്ങ് അനുവദിച്ചിട്ടില്ല. അപ്പം ഞാൻ ആലോചിക്കട്ടെ, നോക്കട്ടെ, സംസാരിച്ചൊക്കെ നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ തീരുമാനം എടുക്കാമെന്നുള്ളൊരു സ്റ്റാൻഡിലാണ് ഞാനിങ്ങനെ പോകണം. ആ ഒരു സംഭവം കഴിഞ്ഞ് അപ്പോൾ പിന്നീട് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ പിന്നീട് ജീവിതത്തിൽ നടന്ന സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പുള്ളി എന്നെ വിളിക്കാറുണ്ട്, ഞാൻ സംസാരിക്കാറുണ്ട്. ഇയാളോട് ഞാൻ ഒരിക്കലും കെട്ടാം അല്ലെങ്കിൽ ഇയാളോട് പ്രണയമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിൻ്റേതായ അങ്കലാപ്പ് അങ്ങേർക്കുണ്ട്. അപ്പം അതുപോലെ ഒരു ദിവസം വിളിച്ചു. ഞാൻ അതിന് ഉത്തരവൊന്നും പറയുന്നില്ല, ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. എന്തോ ഞാൻ പറഞ്ഞ ഒരു കാര്യം പുള്ളിക്ക് പെട്ടെന്ന് ഫീലായി. ഉടനെ ഞാൻ കടലിൽ പോകാമെന്ന് പറഞ്ഞു. ഇയാൾ ബീച്ചിൻ്റെ അടുത്തങ്ങാണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെയാണെങ്കിൽ ബോധം തോന്നി, ദൈവം ഈ പ്രാന്തരങ്ങാനും വെള്ളത്തിൽ പോയി ചത്തു കഴിഞ്ഞാൽ പണിയായില്ലേ. കാരണം സപ്പോസ് ഒരാൾ കടലിൽ ചാടി അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചു, വിളിച്ചാൽ ഫോൺ എടുക്കണ്ടേ, ഫോൺ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, അവസാനം ആരുടെ ഫോൺ കോളാണോ ചെന്നേ അവരെ പോലീസ് കൃത്യമായിട്ട് ചോദ്യം ചെയ്യും. ഒന്നാമത് തന്നെ ഇനി എന്നെ ഈ ആന്ധ്രയെന്ന ഈ നക്സലിനെ പിടിക്കാൻ നടക്കുന്ന പോലീസുകാരുടെ മുന്നിലൊക്കെ പലതവണയും ചെന്ന് പെട്ടതുകൊണ്ട് എനിക്ക് പോലീസുകാരോട് ഒരു ബഹുമാനമില്ല. ഇല്ലെങ്കിൽ ഇവന്മായിട്ട് ചോദ്യം ചെയ്ത ഒരു സുഖമില്ലാത്ത പരിപാടിയാണ്. മുന്നിൽ ചെന്ന് നിൽക്കുക, അവരുടെ അഹങ്കാരം കാണുക, ഇങ്ങനെ കപ്പട മീശയ്ക്ക് പിടിച്ച് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോലീസുകാരന്മാർ ഇഷ്ടമില്ലാത്തതുകൊണ്ടും ഇവനെ ഞാൻ വിളിച്ചു നോക്കുന്നുണ്ട്. ഈ പൊട്ടിന് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ എൻ്റെ പേടി, ദൈവമേ വല്ലോടത്തേയും ചത്തോ. വീട്ടിൽ ചെന്ന് കേട്ടാൽ പിന്നെ എനിക്ക് സമാധാനമുണ്ട്. അതിനെനിക്ക് ഫോൺ തെരുതരെ വിളിക്കുന്നത്. അപ്പോൾ എന്നോട് മമ്മി 1-2 തവണ പറഞ്ഞു, എടി നീ എന്തിനാടി ഈ പൊട്ടനെ കിട്ടുന്നത്, ഇത് കേട്ടിട്ടൊരു ജോലിയും കാര്യമൊക്കെ ഉണ്ടല്ലോ, ഒരു ശുദ്ധ പൊട്ടനാണോ എന്ന് സംശയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊക്കെ തന്നെ മമ്മി എൻ്റെ കൺഫ്യൂഷൻ, അതാ ഞാനിപ്പോൾ യേസ് പറയാത്ത എങ്ങനെ ഇരിപ്പുണ്ട്. രാത്രിക്ക് ഫോണില്ല. അപ്പം മമ്മി എൻ്റെ അടുത്ത് കിടപ്പുണ്ട്, എന്നാ സംഭവം എന്ന് ചോദിച്ചു. മമ്മി ഞാൻ അപ്പം പിന്നെ ഗതി കെട്ടിട്ട് ഞാൻ പറയേണ്ടി വന്നു, മമ്മി ആ സാധനത്തെ കിട്ടുന്നില്ല, കടലിൽ പോയതാന്ന് പറഞ്ഞു. വല്ലതും പോയി ചാവുകയും ചെയ്ത നാളെ പോലീസുകാർ വീട്ടിൽ വരെ എനിക്ക് പണിയാവുമല്ലോ, വിളിച്ചു നോക്കട്ടെ പറഞ്ഞാൽ അപ്പത്തെ ഫോണിലൊക്കെ പോയിരുന്ന കുണവണ വിളിയാ, എവിടെ എടുക്കുമോ ഇല്ല. അവസാനം ഇയാൾ ഫോൺ എടുത്തു. എപ്പോഴാണെന്നറിയോ, പിറ്റേ ദിവസം ഒരു രാത്രി മുഴുവൻ ഞാൻ ഫോൺ വിളിച്ചിരുന്ന ആദ്യം പിടിച്ച് ടെൻഷൻ അടിച്ചു. ഒന്ന്, ഇയാൾക്ക് വല്ലതും പറ്റുമോ എന്നുള്ള പേടി. 2, പോലീസുകാർ വരുന്നത് രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം പിടിച്ച് പോകത്തില്ലേ, എടുത്ത പിടിയില്ലേ, നമ്മൾ പാലക്കാട് സ്റ്റൈലിൽ ഒരു നീക്കം അങ്ങോട്ട് കൊടുത്തു. അത് കേട്ടപ്പോൾ പുള്ളി ശരിക്കും പേടിച്ചു പോയി. അതുവരെ ഒരു ടീച്ചറാണെന്നുള്ള ബഹുമാനത്തോടെ ഇടപെട്ട നല്ല പാവം കൊച്ച് കുഞ്ഞാടിനെ പോലെ ഇടപെട്ടുകൊണ്ടിരുന്ന ഞാൻ ഒരു പുലിയായിട്ടും ഭദ്രകാളിയായിട്ടും എടുത്തി ചാടിയെന്ന് മാത്രമല്ല, പാലക്കാട് മുഴുവനും പരമ്പരാഗതമായ ശൈലി മുഴുവനും സരസ്വതി കടാക്ഷം കൃത്യമായിട്ട് എനിക്ക് അറിയാവുന്ന എല്ലായും മായും പൂവും കായും എല്ലാം ഞാൻ കൃത്യമായിട്ട് വിളിച്ചു. അങ്ങേരെ തെറി കേട്ടപ്പോഴാണ് മേടിച്ചുപോയി, ഭയങ്കര കച്ചറയാന്ന് ഓർത്തുപോയി. അങ്ങേർക്ക് ഇതുപോലത്തെ തെറിയൊന്നും ജീവിതത്തിൽ അയാളെ ആരും വിളിച്ചിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അതോടുകൂടി പാവപ്പൊട്ടൻ വിട്ടുപോയാലെങ്കിൽ സങ്കടമൊന്നുമില്ല, പിന്നെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇയാൾ ഭയങ്കര നിരാശ, തെറി കേട്ടതിൻ്റെ സങ്കടത്തിൽ ഇങ്ങനെ അലഞ്ഞു തിരിയുമ്പോഴാണ് ഒരു സന്യാസി ഇയാളുടെ മുന്നിലോട്ട് ചെന്ന് വിടുന്നത്. അപ്പോൾ സന്യാസിയായിട്ടൊക്കെ വർത്താനൊക്കെ പറഞ്ഞു. അന്നേരം അയാൾ സന്യാസി ഇയാൾക്കൊരു ഓഫർ കൊടുത്തു. മോനെ നരാ, നീ ഇങ്ങനെയൊന്നും അല്ല നടക്കേണ്ടത്, നിന്നെ ഇങ്ങനെ ആധ്യാത്മികയുടെ ഉന്നത ശൃംഗങ്ങളിലേക്ക് ആനയിക്കാം, വരൂ കുഞ്ഞാടേ വരൂ എന്ന് പറഞ്ഞു. എന്തെല്ലോട്ടെ സന്യാസിയുടെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇയാൾക്ക് തോന്നി എന്തോ വലിയ സംഭവമാണ്. സന്യാസിയാണെങ്കിൽ തീരുമാനിച്ചു വെച്ചേക്കുന്നതാ, സന്യാസി ഇയാളിൽ നല്ലൊരു ശിക്ഷനെ കണ്ടു. കുണ്ടലിനി ശക്തി വികസിപ്പിക്കാനാണ് സന്യാസി ഇയാളെ കൊണ്ടുപോകുന്നത്. ഇനി കുണ്ടലിനി ശക്തി എന്ന് പറഞ്ഞാൽ അറിയില്ലാത്തവർക്ക് പറയാം, നമ്മുടെ നട്ടലിൻ്റെ ആ ഒരു പ്രത്യേക ഭാഗത്തുള്ള പവർ, അതിനെ നമ്മൾ നല്ല രീതിയിൽ ഉണർത്തിയെടുത്തു കഴിഞ്ഞാൽ അതീന്ദ്രിയ ശക്തി, സാധാരണ മനുഷ്യർക്കില്ലാത്ത കഴിവുകൾ, അല്ലെങ്കിൽ യേശുക്രിസ്തുവൊക്കെ വെള്ളത്തിൽ കൂടെ നടക്കാൻ ആ കഴിവ് നേടിയത് ഇന്ത്യയിൽ വന്ന നമ്മുടെ പൂർവികരായ സന്യാസികളിൽ നിന്ന് ഇതൊക്കെ പഠിച്ചിട്ടാണ് നടക്കുകയാണ് ചരിത്രം പറയുന്നത്, കഥകൾ പറയുന്നത്. അപ്പോൾ ഇതേ ഈ കുണ്ടലിനെ ഉണർത്താനാണ് ഈ പൊട്ടം പോണത്. 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ സന്യാസി വിളിക്കുന്നു, വർത്താനം പറയണോ, എന്നാ ഉണ്ട് നിങ്ങൾ പ്രണയം, അയാൾ എന്നോട് ചോദിച്ചോളൂ, നിങ്ങൾ പ്രണയത്തിലാണ്, അങ്ങനെ വല്ല വാക്കും കൊടുത്തിട്ടുണ്ടോ, നമുക്ക് തന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു എന്നെ കെട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നോട് കാര്യം പറഞ്ഞു, കുണ്ടലിനെ ഉണർത്താൻ പോവാന്ന്. പിന്നീട് ലൗകിക ജീവിതത്തിൽ നിന്നല്ല, എൻ്റെ ഒറ്റ തെറിയോട് കൂടി ലൗകിക ജീവിതത്തിനോടുള്ള ആശയെല്ലാം വിട്ട് ഇയാളെ സന്യാസിയുടെ ഒപ്പം അങ്ങോട്ട് പോയി. അങ്ങനെ 2-3 കൊല്ലം കഴിഞ്ഞ ഒരു സുപ്രഭാതത്തിൽ എന്നെ, അപ്പോഴത്തേക്കൊക്കെ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, എനിക്ക് വിവരമൊന്നുമില്ല, വിളിച്ചാൽ കിട്ടുന്നുമില്ല. 2-3 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ എന്നെ വിളിച്ചു. അപ്പോൾ ഏതാണ്ട് സമയം അർദ്ധരാത്രിയോടടുത്തു.
രാത്രി 10 മണി കഴിഞ്ഞു. കെട്ടുവാൻ ഇരുന്ന കട്ടിലിരുന്ന ബുക്ക് വായിക്കുന്നുണ്ട്, ഞാനും ഇരുന്ന് മൊബൈൽ നോക്കുന്നുണ്ട്. ആ സമയത്താണ് ഈ പൂർവ്വ കാമുകൻ്റെ കോള് വരുന്നത്. അപ്പം നമ്പർ അവിടെ കിടക്കുന്നതുകൊണ്ട് ഞാൻ എടുത്ത് നോക്കി. പറയാം, അതെ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി, ഒന്ന് സഹായിക്കാമോ? എന്നാണ് സംഭവം? സന്യാസിയുടെ കൂട്ടത്തിൽ കുണ്ടലിനി ഉണർത്താൻ പോയവൻ അവസാനം ഡെൻമാർക്കിൽ ജോലി കിട്ടിപ്പോയി. നേരത്തെ അവിടെ നോക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അവിടെയും പോയി രക്ഷപ്പെടണേ നമ്മുടെ പ്രാർത്ഥനയാണ്. സന്യാസിയുടെ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലെന്ന് ഓർത്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എവിടെയും കല്യാണം കഴിച്ച് ജീവിക്കട്ടപ്പം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ പോയി ഇയാൾക്ക് പനി പിടിച്ചു, ഒരാശുപത്രി കിടന്നു. ഏതോ ഒരു നേഴ്സ് കയറി ഇയാളെ പ്രേമിച്ചു, രണ്ടുകൂടെ പ്രേമമായി കെട്ടി പോയി. പിന്നീടാണ് വേറെ കഥകളൊക്കെ അറിയുന്നത്. നേഴ്സിൻ്റെ കഥകളൊക്കെ അറിഞ്ഞപ്പോൾ ഇയാൾക്ക് എങ്ങനെയും അതിൽ നിന്ന് തലയൂരണം. അവളൊട്ടും വിടത്തുമില്ല. പെട്ടു. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ എന്ന് അറിയാനാണ് വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, തക്കാലം എൻ്റെ കുരുട്ടുകുത്തി പറഞ്ഞാൽ നേഴ്സുമായിട്ടുള്ള എല്ലാ ദൃശ്യങ്ങളും ഫോട്ടോ എടുത്ത് വെച്ചോ, വീഡിയോ എടുത്ത് വെച്ചോ, 1-2 പെൻ ഡ്രൈവിലാക്കി സൂക്ഷിച്ചോ. ഇനി പോരായി ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒരു വക്കീലിനെ കൂടെ വിളിച്ചോ, സെറ്റാക്കിക്കോളാൻ പറഞ്ഞ് പുള്ളിയോട് അതൊക്കെ അങ്ങനെ സെറ്റാക്കി കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയി. അപ്പോൾ ഇയാളെക്കുറിച്ച് പറയാനുണ്ട്. അങ്ങനെ ഇപ്പോൾ എന്നോട് കെട്ടിയാൽ ചോദിച്ചു എന്നാ സംഭവം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മുന്നേ കല്യാണം കഴിക്കാനിരുന്ന ഒരു പാവപ്പെട്ടവനാണ്, ഇങ്ങനെയൊക്കെ പറ്റിപ്പോയതാണ്. അതുകൊണ്ട് ഞാൻ ഒരു സഹായം ചോദിച്ചപ്പോൾ എൻ്റെ അറിവിലൊക്കെ പറഞ്ഞു കൊടുത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് ഒരു ദിവസം സംഭവമായ ഒരു ചരിത്രം നടന്നു. ഞങ്ങളിങ്ങനെ കട്ടപ്പനയ്ക്കൊക്കെ പോകുമ്പോൾ ഒരു ദിവസം പുള്ളിക്ക് ഭയങ്കര ആഗ്രഹം. അവിടെ ഏതോ പോയ വഴിക്ക് ബസ് ഇരുന്നപ്പോൾ ഏതോ ഒരു നഴ്സറി കണ്ടു. അതിനകത്ത് കുറേ മാവോ എന്തൊക്കെയോ ചെടികളുടെ പേര് കണ്ടുവച്ചു. ഒന്ന് ഇറങ്ങാവോ എന്ന് ചോദിച്ചു. ശരി. തിരിച്ചു പോരുന്ന ഒരു ദിവസം ഞാൻ അവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ തിരിച്ചു പോരുന്ന ഒരു ദിവസം ഞങ്ങൾ ഇറങ്ങി മാവും വേറെ ഏതാണ്ടൊക്കെ കുറേ ചെടികളും വാങ്ങി. 3 കൂട്ടം കണ്ട വാങ്ങി. അതിനകത്ത് മാവ് മാത്രം പിടിച്ചു, ബാക്കിയൊന്നും പിടിച്ചില്ല. 2-3 കൊല്ലം മുന്നേ ഈ പൊട്ടൻ എന്നെ വിളിച്ചിട്ട് പറയാം, അതേ അന്ന് നമ്മൾ കൊണ്ടുവന്ന് വെച്ച, ഞാനല്ല പുള്ളി എൻ്റെ ഓർമ്മയ്ക്കായിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോയി വാങ്ങിയ മാവ് കായ്ച്ചു. മാമ്പഴത്തിന് നല്ല ടേസ്റ്റായിരുന്നു. എനിക്ക് ഒരെണ്ണം പോലും ഈ തെണ്ടി തന്നില്ല. പോട്ടെ, ഞാൻ സഹിച്ചു. പാവമല്ല, അവനേലും കഴിച്ചിട്ടു. മാവോടെ ഉണ്ടെന്ന് എനിക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ജീവിതത്തിൽ ചിലവരൊക്കെ എന്നാണ് നമ്മൾ മരിച്ചു കഴിയുമ്പം തെങ്ങ് വെക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടുപോയി മാവ് വെച്ച എൻ്റെ സ്വന്തം കാമുകനുണ്ട്. മാമ്പഴം തന്നെ തിന്നു, നമ്മളെ തന്നില്ല, കൊണ്ടുപോയി തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. സാഹചര്യ സമയമൊന്നും ഒത്തില്ല, ഞാൻ കേരളത്തിലല്ലായിരുന്നു, അതുകൊണ്ട് മാമ്പഴമൊന്നും വാങ്ങാൻ ഒത്തില്ല. അപ്പോൾ ഈ കക്ഷിയാണ് കുറേ കാലത്തിന് ശേഷം നമ്മുടെ ലൈവിൽ ഇങ്ങനെ കാണുമ്പോൾ ആ പെണ്ണല്ലേ ഈ പെണ്ണ്, ഇവളല്ലയോ അവളെ എന്ന് ഉൾപ്രേക്ഷയിൽ ഒരു സംശയമൊക്കെ തോന്നി. ചോദിച്ചു, നീ തന്നെയല്ലയോ? ഞാൻ പറഞ്ഞു, ഞാൻ തന്നെയാണ്, പേടിക്കണ്ട, എന്നാണ്ട് സുഖം, ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴാണ് ലൈവിലൊരു സംഭവം അരങ്ങേറിയത്. ഈ നമ്മുടെ പുതിയ കാമുവിനെ അംഗീകരിക്കാൻ പറ്റാത്ത കുറേയേറെ യുവ കോമളന്മാരും സുമുഖന്മാരും പിള്ളേരെൻ്റെ ചാനലിൽ ലൈവിലിരിക്കുക. എല്ലാവരോടും പറഞ്ഞു, ഇറങ്ങി പോടാ ദുഷ്ട, നീ ഞങ്ങളുടെ ശത്രുവാണ്, എൻ്റെ ശത്രുവാണെന്ന് ഒരാൾ പറയുന്നു. ഉടനെ അടുത്തൊരാൾ പറയുന്നു, നിങ്ങൾ രണ്ടുപേരും എൻ്റെ ശത്രുക്കളാണ്, ഞാനാണ് ഇപ്പോൾ. അതായത് ഒരാൾ പറയുന്നു, അല്ലെങ്കിൽ അഭിഷേക്, സപ്പോസ് എന്തെങ്കിലും ഒരു പേരുണ്ട്, അഭിഷേക് പറയുന്നു, കനൽ എൻ്റെ ലവറാണ്, എൻ്റെ മാത്രം കാമുകയാണ്, നിങ്ങളൊന്നും തിരിഞ്ഞു നോക്കാൻ പാടില്ല, ഇറങ്ങി പോടാ ദുഷ്ടന്മാരെന്ന് പറഞ്ഞു. അന്നേരം അർത്ഥം വന്നിട്ട് പറയൂ, നീയും പോടാ, എൻ്റെ സ്വന്തം കാമുകയാണ് കനൽ, ഞാൻ നിങ്ങളെ 2 പേർക്കും തരത്തില്ല, എൻ്റെ സ്വന്തമാണ്. അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ ലൈവിൽ ഒറിജിനലുള്ള കാമുകനും, അല്ല കാമുകനൊന്നും പറയാൻ പറ്റില്ല, ഉണ്ടായിരുന്ന എൻ്റെ എക്സ് ലവർന്നോ അല്ലെങ്കിൽ ഫ്രണ്ടെന്നോ പറയാം, അങ്ങനെ ഒരാളും ലൈവിലുണ്ടായിരുന്ന ഞാൻ അറിയാത്ത എൻ്റെ സ്വന്തം കാമുകന്മാർ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വയസ്സാണെങ്കിൽ പിള്ളേർ സെറ്റാണ്, 10, 15, 25 വയസ്സുള്ള പിള്ളേരെന്ന് തോന്നുന്നു. അവരുടെയൊക്കെ മനസ്സിൽ ഒരു കാമുകിയായിട്ട് മാറാൻ മാത്രമുള്ള വലിയ അർഹതയും ഭാഗ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിള്ളേരെല്ലാം കൂടെ കഴിഞ്ഞ ദിവസം ലൈവിൽ ഭയങ്കര അടിയായിരുന്നു, ബഹളമായിരുന്നു. നമ്മുടെ ലൈവ് ഭയങ്കര അടിപൊളിയായിട്ട് നടന്നു. അപ്പോൾ ഇനി ആർക്കെങ്കിലും അന്നത്തെ ലൈവിൻ്റെ വിശേഷം അറിയണമെങ്കിൽ, അന്ന് മൊത്തം കച്ചറിയായിരുന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കഴിഞ്ഞ ദിവസത്തെ ആർക്കെങ്കിലും കാണുമെങ്കിൽ ഈ നാഗുകന്യ ചാനലിലെ ലാസ്റ്റ് ലൈവ് എടുത്ത് നോക്കിക്കോണം. അതിനകത്തുണ്ട് മൊത്തം അന്ന് നടന്ന കാര്യങ്ങൾ കേട്ടോ. ഇതുപോലെ രസകരമായ ഒരു ലൈവ് അടുത്ത കാലത്തൊന്നും ഞാൻ നാഗുകന്യ ചാനലിൽ നടത്തിയിട്ടില്ല. എന്തായാലും ഇനിയും പുതിയ കാമുകന്മാർ ഓരോരുത്തരായിട്ട് കടന്നു വരട്ടെ. ഇനി എത്ര കാമുകന്മാർ വരാനുണ്ട്, പോകാനുണ്ട്. ഞാൻ അറിയുന്ന കാമുകന്മാർ എത്ര ഉണ്ട്, ഞാൻ അറിയാത്ത എത്രയോ കാമുകന്മാർ, മാനസ കാമുകന്മാർ വരാൻ കിടക്കുന്നു. അപ്പം എല്ലാവർക്കും സന്തോഷം. ഇന്ന് എന്നെക്കുറിച്ചൊരു കഥയൊക്കെ പറഞ്ഞപ്പോൾ ഒരു സന്തോഷമായില്ലേ. ഇനിയിപ്പം നാട്ടിൽ കാണുമ്പോൾ ഓർക്കും. പക്ഷേ എനിക്കൊരു കാര്യത്തിൽ മാത്രമേ സങ്കടമുള്ളൂ, ബോധമൊന്നും തോന്നിയില്ല. നല്ല പ്രായത്തിലൊക്കെ ആയിരുന്നെങ്കിൽ ഇഷ്ടംപോലെ അവസരങ്ങൾ കിട്ടിയത്. അന്നൊന്നും പ്രേമിച്ചില്ല.
പ്രേമിച്ച ഒരു 100 പേരെയെങ്കിലും പ്രേമിക്കണം. എല്ലാവർക്കും എനിക്ക് തരാനുള്ള ഉപദേശം ആണും പെണ്ണുമായിട്ടുള്ള നിങ്ങളെല്ലാവരും കുറഞ്ഞതൊരു 100 പേരെയെങ്കിലും പ്രേമിക്കണം. 150 പേരെയെങ്കിലും നിങ്ങൾ തേക്കണം. ഇനിയിപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന അവസരം അത് മാത്രമേ ഉള്ളൂ വയസ്സനാം കാലത്ത്. എന്നാലും സാരമില്ല, ഇപ്പോൾ എനിക്ക് നല്ല സ്കോപ്പാണ്. യൂട്യൂബൊക്കെ ഉള്ളത് ഇഷ്ടംപോലെ കാമുകന്മാർ വരുന്നുണ്ട്. ഞാൻ കുറേ പേരെ പ്രേമിക്കാൻ തീരുമാനിച്ചു. കാരണം ഞാൻ അറിയാതെ എന്നെ പ്രേമിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഞാൻ പ്രേമിക്കും. കുറച്ച് പേരെ ഹണി ട്രാപ്പിൽ പെടുത്തും. കുറച്ച് പേരെ പ്രേമിച്ച് ഇങ്ങനെ തേക്കും. അങ്ങനെ 100 എന്നുള്ള ആഗ്രഹം ഞാൻ 1000-ഉം 10,000-ഉം ആയിട്ട് വികസിപ്പിക്കാൻ തീരുമാനിച്ചേക്കാണ്. അപ്പോൾ പുതിയ കാമുകന്മാർ നിങ്ങൾക്ക് സ്വാഗതം. ഓടി വരും. നമുക്ക് എല്ലാ ദിവസവും ലൈവിൽ കണ്ടുമുട്ടാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രണയിക്കാൻ ഈ ലോകത്ത് സ്വന്തമായിട്ടുള്ള ഒരേ ഒരു കാമുകി ഞാൻ മാത്രമാണ് എന്നറിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം രേഖപ്പെടുത്തുന്നു. ടാറ്റ ബൈ ബൈ.